എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പരുമല പള്ളിയിലാണ്. ഇവിടെ കബറടങ്ങിയിരിക്കുന്ന മലങ്കരയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാളാണിപ്പോൾ. പെരുന്നാൾ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാൾ കാഴ്ചകളോടൊപ്പം തന്നെ പരുമല പെരുന്നാൾ വിശേഷങ്ങളും പരുമല തിരുമേനിയുടെ ചരിത്രവും പങ്കുവെക്കുന്നതാണ്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വാർഷിക ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപങ്കാളിത്തമുള്ളതുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിൽ ഒന്നാണിത്. എല്ലാ വർഷവും നവംബർ 1-2 തീയതികളിലാണ് പ്രധാന ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നത്. എങ്കിലും പെരുന്നാൾ ചടങ്ങുകൾ ഒക്ടോബർ 26 മുതൽ നവംബർ 3 വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തവണത്തെ 123ാമത് ഓർമ്മ പെരുന്നാൾ 2025 ഒക്ടോബർ 26 മുതൽ നവംബർ 3 വരെയാണ്. ഈ ദിവസങ്ങളിൽ കൊടിയേറ്റം, പ്രത്യേക ആരാധനകൾ, ധൂപപ്രാർത്ഥന, നേർച്ചകൾ, റാസ അതായത് പ്രദക്ഷിണം എന്നിവയുൾപ്പെടെയുള്ള വാർഷിക ചടങ്ങുകൾ നടക്കുന്നു. നവംബർ 2 പ്രധാന ചടങ്ങായ വിശുദ്ധന്റെ കബറിടത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരുമലയിലേക്കെത്തുന്നു. പരുമല തീർത്ഥാടനം മലങ്കര സഭയുടെ സാമൂഹിക ഒത്തുചേരലിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും വേദിയാണ്. കാൽനട തീർത്ഥാടനത്തിന് ഈ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഈ തീർത്ഥാടന പാരമ്പര്യം വിശ്വാസികൾക്ക് ആത്മീയമായ നവീകരണവും ഐക്യബോധവും നൽകുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പരുമലയിലേക്ക് എത്തുന്ന തീർത്ഥാടന വഴികളെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ ലഭ്യമില്ലെങ്കിലും ഈ നീണ്ട തീർത്ഥാടന കാലയളവ് പ്രാദേശിക സമൂഹത്തിലും സാമൂഹിക ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. പരിശുദ്ധ പരുമല തിരുമേനി എന്ന പേരിലാണ് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത മലങ്കരയിലെ വിശ്വാസികൾക്കിടയിൽ പരക്കെ അറിയപ്പെടുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. 1892 നവംബർ 2 കാലം ചെയ്ത ഇദ്ദേഹമാണ് മലങ്കരയിൽ നിന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിശുദ്ധൻ എന്ന പദവിക്ക് അർഹനായത്. സഭയുടെ ആത്മീയ വികാസത്തിലും സാമൂഹിക നവോത്ഥാനത്തിലും അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. 1848 മുതൽ 1902 വരെ നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതം 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൽ അലയടിച്ച സാമൂഹിക സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ് അദ്ദേഹത്തിന്റെ എക്യുമെനിക്കൽ ദർശനം. സഭകളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന പദമായാണ് എക്യുമെനിക്കൽ ഇന്നറിയപ്പെടുന്നതെങ്കിലും ഈ പദത്തിന്റെ മൗലിക സൂചന അധിവാസ മേഖലയിൽ ഇടം കൊടുക്കുന്ന അവസ്ഥ അഥവാ സഹവർത്തിത്വമാണ്. ആധുനിക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് ഏകദേശം 1 നൂറ്റാണ്ട് മുൻപ് ജീവിക്കുകയും അഖിലലോക സഭാ കൗൺസിലിന്റെ രൂപീകരണത്തിന് 1/2 നൂറ്റാണ്ട് മുൻപ് കാലം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് തിരുമേനി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നീതി, വിശുദ്ധി, സുതാര്യത, ഇടുക്കമില്ലാത്തതും ഇടമുള്ളതുമായ അവസ്ഥ എന്നിവയെല്ലാം ഉൾക്കൊണ്ടിരുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് പ്രകടമായിരുന്നു. ഇതര മതസ്ഥരായ ഗുരുജനങ്ങളോടും ഇതര സഭാംഗങ്ങളോടും അദ്ദേഹം പുലർത്തിയ സൗഹൃദവും ആദരവും ഇതിന് തെളിവാണ്. ഭിന്നിച്ചു പോകാവുന്ന പലരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വിശാലമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേവലം സഭാപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങിയില്ല, മറിച്ച് സമകാലീന സാമൂഹിക ഉന്നമനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതിനെ സാധൂകരിക്കുന്നു. എറണാകുളം മുളന്തുരുത്തിയിലുള്ള ചാത്തുരുത്തി ഭവനത്തിൽ കൊച്ചുമത്തായിയുടെയും മറിയത്തിന്റെയും മകനായി 1848 ജൂൺ 15 പരുമല തിരുമേനി ജനിച്ചത്. ഗീവർഗീസ് എന്നായിരുന്നു പേര്. കൊച്ചൈപ്പോര എന്ന വാത്സല്യപൂർവ്വം വിളിച്ചുപോന്നു. കുര്യൻ, വർക്കി, ഏലി, മറിയം എന്നിവരാണ് സഹോദരങ്ങൾ. മാതാവ് ചെറുപ്പത്തിലെ മരിച്ചതിനാൽ സഹോദരി മറിയമാണ് വളർത്തിയത്. പഠനത്തിൽ മുൻപന്തിയിലായിരുന്നു. ബാലന്റെ ഗുരുഭക്തി, താഴ്മ, വിനയം, അനുസരണം, ലാളിത്യം, സ്നേഹം എന്നിവ ഏവരെയും ആകർഷിച്ചു. ചാത്തുരുത്തി കുടുംബത്തിലെ തന്നെ ഗീവർഗീസ് കത്തനാർ അഥവാ പിതൃസഹോദരൻ ആയിരുന്നു ആദ്യം സുറിയാനി പഠിപ്പിച്ചത്. ഗീവർഗീസ് കത്തനാരുടെ സ്വാധീനം കൊച്ചൈപ്പോരയുടെ ഉപബോധ മനസ്സിനെ ഗണ്യമായി സ്വാധീനിച്ചിരുന്നു എന്നാണ്. കുടുംബപ്പേരിലൂടെ സഭാപരമായ പിന്തുടർച്ചയും ആത്മീയ ഉത്തരവാദിത്തവും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ടതായി ഇത് സൂചിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള പൗരോഹിത്യ ജീവിതത്തിലേക്ക് വഴിതെളിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ സഭാപരമായ പരിശീലനം ആരംഭിച്ച ഗീവർഗീസ് വേഗത്തിൽ പൗരോഹിത്യത്തിലേക്ക് വളർന്നു. അന്നത്തെ കാലത്ത് അസാധാരണമായും വിധം ചെറിയ പ്രായത്തിൽ തന്നെ
വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ചതിലൂടെയാണ് അദ്ദേഹം പിൽക്കാലത്ത് കൊച്ചു തിരുമേനി എന്നറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ തീവ്രമായ ആത്മീയ ജീവിതവും പഠനത്തോടുള്ള താൽപര്യവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സഭാ നേതൃത്വത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. മലങ്കര സഭാ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേനി മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ മെത്രാൻ സ്ഥാനം ലഭിച്ചത് അന്നത്തെ സഭ നേരിട്ട വലിയ പ്രതിസന്ധികളെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തമായ യുവ നേതൃത്വത്തിന്റെ അനിവാര്യതയും സൂചിപ്പിക്കുന്നു. തുമ്പമൺ, കണ്ടനാട്, കുന്നംകുളം തുടങ്ങിയ ഭദ്രാസനങ്ങളിൽ അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ മലങ്കര സഭയുടെ ഭരണപരമായ ഘടന ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മലങ്കര സഭയുടെ തദ്ദേശീയ സ്വയം ഭരണത്തിനായി അദ്ദേഹം നൽകിയ പിന്തുണ സഭയുടെ ദീർഘകാല നിലനിൽപ്പിന് അടിത്തറയിട്ടു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഏറ്റവും വലിയ സാമൂഹിക സംഭാവനകളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. ആധുനിക കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഫലമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം നൽകി. സമുദായ ശാക്തീകരണത്തിനായി തിരുമേനി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. തുമ്പമൺ, മുളന്തുരുത്തി, കുന്നംകുളം എന്നിവിടങ്ങളിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. കൂടാതെ തിരുവല്ലയിലെ MGM അഥവാ മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ സ്കൂളും കോട്ടയം താഴത്തങ്ങാടി സ്കൂളും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹമാണ് പ്രാരംഭ ശ്രമങ്ങൾ നടത്തിയത്. മിഷണറിമാരുടെ സ്വാധീനം ശക്തമായിരുന്ന അക്കാലത്ത് സ്വന്തം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ വിശ്വാസികളെ ആധുനികവൽക്കരിക്കാനും അതേസമയം സഭാപരമായ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ സ്ഥാപനപരമായ ഇടപെടലുകൾ കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അടിത്തറയിട്ടു. ഇത് അദ്ദേഹത്തെ കേരള നവോത്ഥാനത്തിലെ സജീവ പങ്കാളിയായി കണക്കാക്കുന്നതിന് വഴിയൊരുക്കുന്നു. പരുമല സെമിനാരിയുടെ വളർച്ചയിൽ തിരുമേനി ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. പരുമല സെമിനാരിയുടെ സമീപത്തുണ്ടായിരുന്ന ആരാധനയ്ക്കായുള്ള താൽക്കാലിക കെട്ടിടത്തിന്റെ സ്ഥാനത്ത് മനോഹരമായ ദേവാലയം അദ്ദേഹം അന്ന് പണികഴിപ്പിച്ചു. ഈ ദേവാലയം പിന്നീട് പരുമലപ്പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ അദൃശ്യ സാന്നിധ്യം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ഈ പള്ളിയിലേക്ക് ആകർഷിക്കുന്നു. പരുമല സെമിനാരിയെ ആത്മീയവും വൈദികപരമായ പരിശീലനത്തിന്റെ ഉന്നത കേന്ദ്രമായി ഉയർത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ മലങ്കര സഭയുടെ പുരോഹിത പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകി. പരിശുദ്ധ പരുമല തിരുമേനി ഒരു മികച്ച ഭരണാധികാരിയും ആത്മീയ നേതാവുമായിരുന്നു എന്നതിലുപരി മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധനാട് തീർത്ഥാടനത്തെക്കുറിച്ചുള്ള യാത്രാവിവരണമാണ് ഊർഷ്ലേം യാത്രാവിവരണം. 1895 ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഈ കൃതിയുടെ ചരിത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. മലയാളത്തിലെ ആദ്യത്തെ മുദ്രണം ചെയ്ത യാത്രാവിവരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു സഭാപിതാവ് അച്ചടി ഗ്രന്ഥരചനയ്ക്ക് മുൻകൈയെടുക്കുന്നത് കേരളത്തിലെ അക്ഷരവിപ്ലവത്തിൽ സഭയുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയായിരുന്നു. പാരമ്പര്യത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ തെളിവാണ് ഈ യാത്രാവിവരണം. ഒരു മെത്രാപ്പോലിത്ത നേരിട്ട് യാത്രാവിവരണം എഴുതി പ്രസിദ്ധീകരിക്കുന്നത് പുരോഹിതർ സാധാരണക്കാരുമായി സംവദിക്കാനും അറിവ് പങ്കുവെക്കാനും തയ്യാറായിരുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. ഈ പുസ്തകത്തിന് അതിന്റെ ശതാബ്ദി പതിപ്പ് 1996-ലും ഇംഗ്ലീഷ് വിവർത്തനം 2000-ലും പുറത്തിറങ്ങി. ഇത് കാലം കഴിഞ്ഞിട്ടും ആ കൃതിയുടെ പ്രസക്തി നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ച ഘടകങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അതിനുശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്ന അത്ഭുതങ്ങൾക്ക് വലിയ പങ്കുണ്ട്. രോഗശാന്തി, പ്രവചനങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിലെ അത്ഭുതകരമായ ഇടപെടൽ എന്നിവയെക്കുറിച്ചുള്ള നിരവധി കഥകൾ വിശ്വാസികൾ പങ്കുവെക്കുന്നു. കബറിടത്തിലെ അത്ഭുത സാക്ഷ്യങ്ങളുടെ തുടർച്ചയാണ് പരുമലയെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി നിലനിർത്തുന്നത്. ഒരു വിശുദ്ധനെ പ്രഖ്യാപിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ സാക്ഷ്യം നിർണായകമാണ്. 1947-ൽ അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചതിലൂടെ ഈ അത്ഭുതങ്ങളുടെ സാധുത സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.
മലങ്കര സഭയ്ക്ക് തീരാനഷ്ടമുണ്ടാക്കിക്കൊണ്ട് 1902 നവംബർ 2 തന്റെ 54-ാം വയസ്സിൽ പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തു. തന്റെ ഹ്രസ്വമായ ജീവിത കാലയളവിനുള്ളിൽ ആത്മീയത, രോഗശാന്തി, വിദ്യാഭ്യാസത്തിനുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്, യാത്രാവിവരണം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തീവ്രതയും ദൗത്യബോധവും എടുത്തുകാണിക്കുന്നു. തിരുമേനിയെ പരുമലപ്പള്ളിയുടെ മദ്ബഹിയോട് ചേർത്ത് പ്രത്യേക കബറിടത്തിലാണ് കബറടക്കിയിട്ടുള്ളത്. ഈ കബറിടം ഇന്ന് മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നു. കബറിടത്തിലെ നിത്യപ്രാർത്ഥനകളും അത്ഭുത സാക്ഷ്യങ്ങളും ആയിരക്കണക്കിന് തീർത്ഥാടകരെ എല്ലാ വർഷവും പരുമലയിലേക്ക് ആകർഷിക്കുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാപരമായ സംഭവമാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. 1947 നവംബർ 2 മാർ ഗ്രിഗോറിയോസിനെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. മരണശേഷം 45 വർഷം നീണ്ട പ്രക്രിയയ്ക്ക് ശേഷമാണ് അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ഈ പ്രഖ്യാപനം നടന്ന 1947 എന്ന വർഷത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അതേ വർഷമാണ് മലങ്കര സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധൻ ലഭിക്കുന്നത്. സഭാപരമായും രാഷ്ട്രീയപരമായും സ്വയംഭരണത്തിനായുള്ള പോരാട്ടങ്ങൾ ശക്തമായിരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തദ്ദേശീയ വിശുദ്ധനെ ലഭിച്ചത് സഭയ്ക്ക് ആത്മീയമായ പക്വതയും ദേശീയ പ്രാധാന്യവും വർദ്ധിപ്പിക്കാൻ സഹായകമായി. പരിശുദ്ധ പരുമല തിരുമേനി ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധനായതോടെ മലങ്കര സഭയുടെ ആത്മീയ സ്വത്വം ശക്തിപ്പെട്ടു. 1987 യാക്കോബ സഭയും പരുമല തിരുമേനിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സങ്കീർത്തനം 5-ാം വാക്യം ഈ അവസരം ആമുഖമായി ഞാൻ ഉദ്ധരിക്കട്ടെ. 144-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കീർത്തനകാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യഹോവേ, ആകാശം ശായിച്ച് അനുഭവം വരണമേ, പർവ്വതങ്ങൾ ഉയരുവാൻ തക്കവണ്ണം അവയെ നേടണമേ. ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ നാം കാണുകയാണ്. ഈ സന്ദർഭത്തിൽ എന്നല്ല, ഇവിടെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന നിമിഷങ്ങൾ, പ്രാർത്ഥന കഴിഞ്ഞ് ധൂപാർപ്പണവും കഴിഞ്ഞ് ധ്യാനവും വേദവായനയും കഴിഞ്ഞ് മടങ്ങുമ്പോൾ അപ്പോഴും ജനം കാത്തു നിൽക്കുകയാണ്. എത്രയോ വർഷമായി, 10-15 വർഷമായി ദമ്പതികളായെങ്കിലും കുഞ്ഞുങ്ങളില്ല. ഈ കുഞ്ഞിനെ ഗ്രഹിക്കണം, മധ്യസ്ഥത
ലോകത്തിലേക്ക് അമ്പലായി തന്നെ മാറുകയാണ്. മാറാൻ ലോകത്തോട് ആഹ്ലാദരായിരുന്ന ഒരാൾ വീണ്ടും അടുത്തുകയാണ്. ആയിരിക്കട്ടെ ദൈവമായ കർത്താവ്യാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവരും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കുന്നതിനു വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നതിന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല. നിങ്ങൾ തീരുമാനങ്ങളുടെ സ്നേഹിതന്മാരായിരിക്കും. ഇത് ഞാൻ നിങ്ങൾ ലോകസംബന്ധികളായിരുന്നെങ്കിൽ ലോകം സ്വന്തമായിരുന്നതിനെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ വന്നത് പറയാതിരുന്നെങ്കിൽ അവർ കേൾക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് സ്വന്തമാകുന്നതിന് വഴി കഴിവില്ല. എന്നെ ദേഹിക്കുന്നവൻ എന്റെ പിതാവിനെ മറ്റൊരു ചെയ്യാത്ത പുറപ്പെടുന്ന സത്യസൂചനയാണ്ടാവാം എന്നെ വിജയസാക്ഷ്യം നൽകും. നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളുടെ ഗീതങ്ങളിലും ഹാലേലുയാകളിലും നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഗോത്രപിതാക്കളുടെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ നന്മകളും സമൃദ്ധിയായി അവർക്ക് നൽകി വഴി നടത്തുകയും ചെയ്തവനായ ദൈവം നിങ്ങളെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും പ്രതിയും സമ്പാദ്യ സമത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതിപൂർവമായ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും 30, 60, 100 മേനിയായി വിളവ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇസ്രായേൽക്കാരെ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്രയാക്കുകയും അവിടെ യാത്രാമധ്യേ അവർക്ക് നേരിട്ട എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ ദൈവം തമ്പുരാൻ സ്വർഗീയ കനാലിലേക്ക് നിങ്ങളുടെ ഈ ലോകയാത്രയിൽ നിങ്ങളോടുകൂടുണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് സന്തോഷ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് ഇറങ്ങി വരികയാണ്.
അതിന്റെ ഫലമായി ആ പ്രകാശത്തിന്റെ ചുറ്റുവട്ടത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഈ ദർശകനും താമസനുമായ പുണ്യവാന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സമർപ്പണം അതിന്റെ പശ്ചാത്തലത്തിലുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ അവസരം നമുക്ക് പ്രത്യേകം നോക്കാം. പരിമലത്തിനുമേരിയുടെ ഒരു വലിയ സംഭാവനയായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തീവ്രമായ നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ദൈവം നമ്മളെ സന്ദർശിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 2025 പെരുന്നാൾ കാഴ്ചകളും ജീവചരിത്രവും അടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാഴ്ചയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.